ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 68. മനുഷ്യരുടെ ഒരു മതസമ്മേളനമല്ല സഭയുടെ ലിറ്റർജി. നമ്മൾ ലിറ്റർജിയിൽ ക്രിസ്തുവിന്റെ പ്രവൃത്തി അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധനം 1054 മുതൽ 1090 വരെ. അതിൽ 1088 നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആ പാരഗ്രാഫ് ഇങ്ങനെയാണ്: തന്റെ രക്ഷാകർമ്മം പ്രദാനം ചെയ്യുക അല്ലെങ്കിൽ പകർന്നു കൊടുക്കുക എന്ന ഇത്ര മഹത്തായ ഒരു കൃത്യം ചെയ്യാൻ ക്രിസ്തു തന്റെ സഭയിൽ എപ്പോഴും സന്നിഹിതനാണ്, വിശേഷിച്ച് അവളുടെ ലിറ്റർജിയുടെ ആഘോഷത്തിൽ. മുൻപ് കുരിശിൽ തന്നെ അർപ്പിച്ച അവൻ തന്റെ ശുശ്രൂഷകൻ എന്ന ആളിൽ സന്നിധനാവുക മാത്രമല്ല, ആ വൈദികന്റെ ശുശ്രൂഷയിലൂടെ ഇപ്പോൾ അത് തന്നെ അർപ്പിക്കുമ്പോൾ അവൻ കുർബാന എന്ന ബലിയിൽ, വിശേഷിച്ച് ദിവ്യകാരുണ്യ സാദൃശ്യങ്ങളിൽ പ്രത്യക്ഷനാവുകയാണ്. അവൻ തന്റെ ശക്തിയാൽ കൂദാശകളിൽ സന്നിഹിതനാവുന്നത് കൊണ്ട് ആരെങ്കിലും മാമോദിസം മുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തു തന്നെയാണ് അയാളെ സ്നാനപ്പെടുത്തുന്നത്. സഭയിൽ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുമ്പോൾ അവൻ തന്നെയാണ് സംസാരിക്കുന്നത് എന്നതിനാൽ അവന്റെ വചനത്തിൽ അവൻ സന്നിഹിതനാണ്. അവസാനമായി, എന്റെ നാമത്തിൽ 2 or 3 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ ഇടയിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളതിനാൽ സഭ പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്യുമ്പോൾ അവൻ സന്നിഹിതനാണ്. ഞാനതിന്റെ ഇംഗ്ലീഷ് കൂടി ഒന്ന് വായിക്കുകയാണ്. To accomplish so great a work, the dispensation or communication of his work of salvation, Christ is always present in his church, especially in her liturgical celebrations. He is present in the sacrifice of the Mass, not only in the person of his minister, the same now offering through the ministry of priests, who formerly offered himself on the cross, especially in the Eucharistic species. By his power, he is present in the sacraments, so that when anybody baptizes, it is really Christ himself who baptizes. He is present in his word, since it is he himself who speaks when the Holy Scriptures are read in the church. Lastly, he is present when the church prays and sings, for he has promised, where 2 or 3 are gathered together in my name, there am I in the midst of them. Gospel of Matthew 18:20. ഇത് രണ്ടാമത്തെ സോനോദോസിലെ സാക്രോസാങ്ക്ടും കൊഞ്ചീലിയം എന്ന് പറയുന്ന ആ രേഖയിലെ 7ാമത്തെ ഖണ്ഡത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് ഈ പാരഗ്രാഫ് കത്തോലിക്ക സഭയുടെ മതബോധനം 1088 എഴുതിയിരിക്കുന്നത്. പ്രധാനമായിട്ടും സഭയുടെ ലിറ്റർജിയിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം, അതാണ് ഇവിടെ ഊന്നൽ കൊടുത്ത് പറയുന്നത്. പ്രാർത്ഥിക്കാനായി മനുഷ്യർ സമ്മേളിക്കുന്നതല്ല സഭയുടെ ലിറ്റർജി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കാനായി മനുഷ്യർ സമ്മേളിക്കുന്നതല്ല സഭയുടെ ലിറ്റർജി. പ്രത്യുത ദൈവവും മനുഷ്യരും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. ദൈവവും മനുഷ്യരും തമ്മിലുള്ള കൂടിക്കാഴ്ച. അതിനാൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഖണ്ഡിക അല്ലെങ്കിൽ ഈ വകുപ്പ് നമ്മെ പഠിപ്പിക്കുന്നത്. 1, വർണ്ണിക്കാനാവാത്ത വിധം മഹത്തായ ക്രിസ്തുവിന്റെ രക്ഷാകർമ്മം നമുക്ക് പകർന്നു തരുന്നതിന് ക്രിസ്തു തന്നെ അവന്റെ സഭയിൽ സന്നിഹിതനാണ്. അത് ദൈവം എല്ലായിടത്തും സന്നിഹിതനാണ്, സർവ്വവ്യാപിയാണ്, ആ അർത്ഥത്തിലല്ല, വളരെ കോൺക്രീറ്റ് ആയിട്ട് മൂർത്തമായ അർത്ഥത്തിൽ. ക്രിസ്തുവിന്റെ പെസഹ രഹസ്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തു സംഭവം എന്നൊക്കെ പറഞ്ഞാൽ അവന്റെ മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവ് വർഷിക്കല്. പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ ദൈവം മനുഷ്യനാകണമായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ മനുഷ്യാവതാരം, അവന്റെ പരസ്യ ശുശ്രൂഷ, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിന് വർഷിക്കല്, ഇതെല്ലാത്തിനും കൂടിയിട്ട് ഒറ്റ വാക്ക് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയോഗമാണ് പെസഹ രഹസ്യം. ഈ ക്രിസ്തുവിന്റെ പെസഹ രഹസ്യത്തിന്റെ ഫലം നമ്മിലേക്ക് പ്രസരിപ്പിക്കുക എന്ന കൗതാശിക വ്യവസ്ഥ, ഇക്കോണമി ഓഫ് സാൽവേഷൻ, എങ്ങനെ നടപ്പിലാക്കുന്നുവെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ക്രിസ്തു സഭയിൽ സജീവമായി ഹാജരായിക്കൊണ്ട് എന്നാണ് അതിനുള്ള ഒറ്റ വാക്കിൽ പറഞ്ഞ ഉത്തരം. ക്രിസ്തു തന്റെ സഭയിൽ സജീവമായി ഹാജരായിക്കൊണ്ട്. ആ സജീവമായി എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി വിശദീകരിക്കാനുണ്ട്, നമുക്ക് കാത്തിരിക്കാം. 2, ഈ സാന്നിധ്യം, ഇവന്റെ ഹാജരാകല് 4 തരത്തിലാണ് സഭയിൽ അനുഭവപ്പെടുന്നത്.
ഒന്ന്, കുർബാനയുടെ ബലിയിൽ ദ സാക്രിഫൈസ് ഓഫ് ദ മാസ് എന്നാണ് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത്. മാസ് എന്നതിന് ശരിക്കും അയക്കപ്പെടൽ എന്നാണ്, വിശുദ്ധ അയക്കപ്പെടൽ. എങ്കിൽ നമ്മൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ കുർബാനയുടെ ബലിയിൽ എന്ന് ഉപയോഗിക്കുന്നു, ദ സാക്രിഫൈസ് ഓഫ് ദ മാസ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇത് നമ്മൾ വിശദീകരിക്കും, അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞു പോകുകയാണ്. രണ്ട്, കൂദാശകളില്. മൂന്ന്, തിരുവചനത്തില്. നാല്, പ്രാർത്ഥിക്കാനായി സഭ സമ്മേളിക്കുമ്പോൾ. ഒരു കാര്യം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും, കുർബാനയുടെ ബലിയും പ്രാർത്ഥിക്കാനായി സഭ സമ്മേളിക്കുന്നതും രണ്ടും രണ്ടാണ്. അതാണ് ഇവിടെ തിരിച്ചെഴുതിയിരിക്കുന്നത്. കുർബാനയുടെ ബലിയിൽ, അത് വെറും പ്രാർത്ഥനയല്ല, പ്രാർത്ഥിക്കാനായി സഭ സമ്മേളിക്കുമ്പോൾ. അപ്പോൾ ലിറ്റർജി അല്ലാത്തൊരു സമ്മേളനത്തെ കുറിച്ചാണ് അത് പറയുന്നത്. നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം ഈ 4 കാര്യങ്ങൾ. കുർബാനയുടെ ബലിയിൽ കർത്താവ് ഹാജരാകുന്നു, ക്രിസ്തു ഹാജരാകുന്നു. എങ്ങനെ? കുർബാന അർപ്പിക്കുന്ന വൈദികനിലും വിശേഷിച്ച് ദിവ്യകാരുണ്യ സാദൃശ്യങ്ങളായ അപ്പത്തിലും വീഞ്ഞിലും. 2 കാര്യങ്ങൾ അവിടെ പറയുന്നത്. കുർബാനയുടെ ബലിയിൽ കർത്താവായ ക്രിസ്തു സന്നിഹിതമാകുന്നത് രണ്ട് സംഗതികളിലാണ്. ഒന്ന്, ബലിയർപ്പിക്കുന്ന വൈദികനിൽ. മറ്റൊന്ന്, ഈ ദിവ്യകാരുണ്യ സാദൃശ്യങ്ങളായ അപ്പത്തിലും വീഞ്ഞിലും. ക്രിസ്തു സന്നിഹിതനാകുന്നത് കൊണ്ട് മാത്രമാണ് കൂദാശ ഫലപ്രദമാകുന്നത്. ക്രിസ്തു വെറുതെ അങ്ങ് സന്നിഹിതനാവുകയല്ല. ഞാൻ പറഞ്ഞല്ലോ, സർവ്വവ്യാപിയായ ദൈവം എല്ലായിടത്തും ഇല്ലേ? ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. ദൈവം എല്ലായിടത്തുമുണ്ട്, പക്ഷെ എല്ലായിടത്തുമുള്ള ആ ദൈവമല്ല ഇവിടെ സന്നിഹിതമാകുന്നത്. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം മനുഷ്യനായി ഭൂമിയിൽ പാർത്തു, മനുഷ്യാവതാരം. അവൻ പരസ്യ ശുശ്രൂഷ ചെയ്തു, മരിച്ചു, സഹിച്ചു, മരിച്ചു, ഉത്ഥാനം ചെയ്തു, സ്വർഗത്തിൽ സംഭവിക്കപ്പെട്ടു, പരിശുദ്ധാത്മാ വർഷിച്ചു. ആ ക്രിസ്തു, ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ക്രിസ്തു സഭയിൽ കൂദാശയിൽ സന്നിഹിതമാകുന്നത് കൊണ്ട് മാത്രമാണ് ആ കൂദാശ ഫലപ്രദമാകുന്നത്, ഫലം നൽകുന്നത്. അതായത് അവന്റെ രക്ഷാകർമ്മം വർണ്ണിക്കാനാവാത്ത വിധം അത്ര മഹത്തായ ആ രക്ഷാകര കൃത്യം നമ്മിലേക്ക് പ്രസരിപ്പിക്കാൻ, നമുക്ക് പകർന്നു നൽകാൻ കഴിയുന്നത്. കൗതാശികമായിട്ട് ഹാജരാകുന്നു എന്നാണ് ഇതിനെ പറയാ. അതിനു വേണ്ടിയാണ്, അതായത് ഇത് നടക്കണമെങ്കിൽ ഈ സർവ്വവ്യാപിയായ ദൈവത്തിന് പുരോഹിതന്മാർ ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ കൗതാശികമായിട്ട് സന്നിഹിതമാകണമെങ്കിൽ അവന് പുരോഹിതന്മാർ വേണം. അതിനുവേണ്ടിയാണ് 12 സ്ലീഹന്മാരെ പ്രത്യേകമായി തെരഞ്ഞെടുത്തത്. അത് പരസ്യ ശുശ്രൂഷ തുടക്കത്തിലേ തെരഞ്ഞെടുത്തു. അവരെ തെരഞ്ഞെടുത്തിട്ടാണ് പരസ്യ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. മാത്രമല്ല, ആ 12 പേരെ പട്ടം കൊടുത്ത് വാഴിച്ചു. അപ്പോ ക്രിസ്തുവും അവന്റെ സ്ലീഹന്മാരും പിൻഗാമികളും അവന്റെ ജനവും, ഇങ്ങനെ ഉള്ള 3 ഗണം ആളുകളുടെ ഒരു സംഗമ വേദിയാണ് ലിറ്റർജി. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം പറയാനായിട്ട്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഇത് പറയാം. ഈ സീറോ മലബാർ സഭയുടെ കുർബാന ആരംഭിക്കുന്നത് ലത്തീൻ സഭയിലെ ഒരു ആന്റിഫൺ, ഓരോ ദിവസത്തിനും അതിന്റെ ആന്റിഫൺ ഉണ്ട്. ആ ആന്റിഫൺ ഉള്ളതുപോലെ, അതായത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും വെച്ചല്ല ലത്തീൻ സഭയിലും കുർബാന ആരംഭിക്കുന്നത്, മറിച്ച് ആന്റിഫൺ ചൊല്ലിക്കൊണ്ടാണ്. ഈ ആന്റിഫൺ ചൊല്ലുന്നതിന് പകരം ചിലപ്പം അവർ എൻട്രൻസ് ഹിം, പ്രവേശന ഗീതം പാടാം ആന്റിഫണ് പകരമായിട്ട്. പ്രവേശന ഗീതം ഇല്ലെങ്കിൽ, പ്രവേശന ഗീതം ഉണ്ടെങ്കിൽ പ്രവേശന ഗീതമാണ് കുർബാനയുടെ ആരംഭം. അത് പാട്ടുകാരെ ഇഷ്ടമുണ്ടെങ്കിൽ പാടുന്നതല്ല. അങ്ങനെ ഈ പ്രവേശന ഗീതം ഇല്ലെങ്കിൽ ആന്റിഫൺ വെച്ചാണ് ലത്തീൻ സഭയിൽ കുർബാന ആരംഭിക്കുക, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും വെച്ചിട്ടല്ല. ഇതുപോലെ സീറോ മലബാർ സഭയിലും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും, അല്ലെങ്കിൽ പിതാവിന്റെയും പുത്രനും പരിശുദ്ധാൽ നാമത്തിൽ എന്ന് പറഞ്ഞിട്ടല്ല കുർബാന ആരംഭിക്കുന്നത്. ചിലരങ്ങനെ ചൊല്ലുന്നുണ്ട്, ചില മെത്രന്മാർ അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും സീറോ മലബാർ സഭയുടെ പാരമ്പര്യമല്ല. സീറോ മലബാർ സഭയുടെ പാരമ്പര്യം അറിയാത്ത മെത്രാന്മാരോ അറിഞ്ഞിട്ടും അത് വേണ്ടെന്ന് വിചാരിക്കുന്നവരൊക്കെ ചിലപ്പം അനുവദിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും സീറോ മലബാർ സഭയുടെ പാരമ്പര്യമല്ല. സീറോ മലബാർ സഭയുടെ പൈതൃകം എന്താണ്? പുക്താന ഹോൻ പുക്താനെ ദെ മിശിക എന്ന് പറഞ്ഞുകൊണ്ടാണ്. പുക്താന ഹോൻ പുക്താനെ ദെ മിശിക. ഇത് രസകരമായ സംഗതി, സീറോ മലബാർ സഭയിൽ ആരംഭിച്ച് കൽദായ സഭയിലേക്ക് വ്യാപിച്ച ഒരു പാരമ്പര്യമാണ്. സീറോ മലബാർ സഭയിൽ ആരംഭിച്ച് കൽദായ സഭയിലേക്ക് പോയ അവരുടെ സഭയ്ക്ക് ചേരും എന്ന് കണ്ടപ്പോൾ എടുത്ത ഒരു രീതിയാണ് പുക്താന ഹോൻ പുക്താന ദെ മിശിക. ഈ സാർവത്രിക സഭയുടെ, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സഭയാണ് സാർവത്രിക സഭ എന്ന് പറയണേ. സാർവലൗകികം, സാർവജനീൻ എന്ന് പറയും. സർവ്വലോകത്തുമുള്ളത്, സർവ്വജനങ്ങളെയും ബാധിക്കുന്നത്. അങ്ങനെ സാർവലൗകികവും സാർവജനീനുമായി സാർവത്രിക സഭയുടെ ഒരു ചെറു പതിപ്പാണ് പള്ളിയിൽ സമ്മേളിക്കുന്നത്. അപ്പോൾ ലിറ്റർജി എന്ന് പറഞ്ഞാൽ തലയും ശരീരത്തിലെ അംഗങ്ങളും, ആ തലയാകുന്ന ക്രിസ്തുവും
ശരീരത്തിൽ അംഗങ്ങളായ നമ്മളും ചേർന്ന് പിതാവിനെ ആരാധിക്കുന്നതാണ് ലിറ്റർജി. തലയായ ക്രിസ്തുവും ശിരസായ ക്രിസ്തുവും സഭയുടെ ശിരസായ ക്രിസ്തുവും സഭയിൽ അംഗങ്ങളായ ശരീരമായ നമ്മളും ദൈവപിതാവിനെ ഒരുമിച്ച് ആരാധിക്കുന്നതാണ് ലിറ്റർജി. അപ്പോൾ ഈ തലയോട് ചേർന്ന് അവന്റെ ശരീരം വരുമ്പോൾ തലയും ഈ ശരീരവും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ഞാൻ എന്റെ കൈ പൊക്കുന്നു ഇല്ലേ, കൈ പൊക്കുന്നു, ഈ തല തീരുമാനിക്കുന്നുണ്ടല്ലേ കൈ പൊങ്ങുന്നത്, അങ്ങനെയല്ലേ? അതെ. അപ്പൊ ഈ കൈയും ശരീരം തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടും ചിലപ്പോൾ വർക്ക് ചെയ്യാണ്ട് വരാം. കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലോ വർക്കാവില്ല. നീ കൈപൊക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ മനസ്സ് തീരുമാനിച്ചാലാണ് കൈപൊങ്ങുക. മനസ്സ് തീരുമാനിച്ചാലാണ് എനിക്കിങ്ങനെ നോക്കാൻ പറ്റുക. അല്ലാതെയും ഉണ്ട് റിഫ്ലക്സ് ഒക്കെ പറയും, എങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പൊ ഈ തലയും ശിരസും ശരീരത്തിലെ അംഗങ്ങളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ആ കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ ഈ പുക്താനഹോൻ പുക്താനത്തെ മിശിക. പുഖെദ് എന്നാണ് അതിന്റെ ക്രിയാരൂപം. പുക്താനഹോന്റെ ഇല്ലേ പുഖെദ്. മണോരമ മർമ്മലച്ചന്റെ സീറോ മലബാർ സഭയുടെ കുർബാന ഒരു പഠനം എന്നുള്ള പുസ്തകത്തിനകത്ത് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നുണ്ട്, ചിത്രീകരിക്കുന്നുണ്ട്, അതായത് വിശദമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഈ പുഖെദ് എന്ന ക്രിയാരൂപത്തില് അതിൽ നിന്നാണ് പുക്താന എന്ന നാമരൂപം ഉടലെടുക്കുന്നത്. ഈ പുഖെദ് എന്നതിന്റെ ശരിക്കർത്ഥം ഉടമ്പടിയാൽ ബന്ധിക്കപ്പെട്ടു എന്നാണ്, അല്ലെങ്കിൽ കൽപ്പന ലഭിച്ചു, അല്ലെങ്കിൽ ചേർന്ന് നിന്നു, ഇങ്ങനെയൊക്കെയാണ് ഈ ക്രിയാരൂപത്തിന്റെ അർത്ഥം. പുഖെദ്, അതിൽ നിന്ന് പുക്താന. ക്രിസ്തു എന്ന മഹാപുരോഹിതന് വേണ്ടി കാർമികൻ ഇവിടെ ഈ ജനങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു സംവദിക്കൽ നടക്കുകയാണ്. നിങ്ങൾ ആരോടാണ് ഉടമ്പടിയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾ ആരോടാണ് ഈ പുതിയ ഉടമ്പടിയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? പുതിയ ഉടമ്പടിയാണല്ലോ വിശുദ്ധ കുർബാന. പുതിയ ഉടമ്പടി എന്ന വാക്ക് ഈശോ മിശിഹ ഉപയോഗിച്ചത് കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്. പുതിയ നിയമം എടുത്തു നോക്കിയാൽ അറിയാം. അല്ലെങ്കിൽ ഈ ഉടമ്പടി വഴി നീ ആരുടെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ടാണ് നിൽക്കുന്നത്? നീ ആരോടാണ് ചേർന്ന് നിൽക്കുന്നത്? നീ അല്ലെങ്കിൽ നിങ്ങൾ ആരോടും ചേർന്ന് നിൽക്കുന്നത്? നിങ്ങൾ ആര് നൽകിയ കൽപ്പനയാണ് അനുസരിക്കുന്നത്? അതായത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന കൽപ്പന അല്ലേ അത്? ആ കൽപ്പന അനുസരിച്ച്, അപ്പൊ ആ കൽപ്പന നൽകിയത് ആരാണ്? നീ ആരുടെ കൽപ്പന അനുസരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്? ആരുള്ള വിശ്വാസമാണ് നീ സ്വീകരിച്ചിരിക്കുന്നത്? അപ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? അനുവാദം ചോദിക്കുകയല്ല, ഒരു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ സമൂഹം പ്രതിവചിക്കുകയാണ്, ഞങ്ങൾ മിശിഹായോട് പുതിയ ഉടമ്പടിയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ കൽപ്പനയോട് വിധേയത്വം പുലർത്തുന്നു. ഞങ്ങൾ അവരിൽ വിശ്വസിക്കുന്നു. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന അവിടുത്തെ കൽപ്പന അനുസരിച്ചാണ് ഞങ്ങളും അങ്ങും ഇവിടെ സന്നിഹിതമായിരിക്കുന്നത്. അങ്ങും ശുശ്രൂഷ പൗരോഹിത്യമുള്ള അങ്ങും രാജകീയ പൗരോഹിത്യമുള്ള ഞങ്ങളും ഒരേ ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന് ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന അവന്റെ കൽപ്പന പാലിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. പുക്താനത്തെ മിശിഹായുടെ കൽപ്പന അനുസരിച്ചാണ് അങ്ങും ഞങ്ങളും ഇവിടെ ആയിരിക്കുന്നത്. അപ്പൊ ഒരു ആ സാർവത്രിക സഭ മുഴുവൻ മിശിഹായും ഇല്ലേ, ശിരസായ മിശിഹായോടുള്ള വിധേയത്വവും അവന്റെ കൽപ്പനയുള്ള വിധേയത്വവും അവന്റെ പുതിയ ഉടമ്പടിയിൽ ചേർന്നിരിക്കലും അവനോട് ചേർന്നിരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു അവന്റെ കൽപ്പന പ്രകാരം എന്നാണ്. ഈ ഓർമ്മ ഇല്ലേ, ഓർമ്മയ്ക്കായി ചെയ്യുവൻ, പെട്ടെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടി ആവർത്തിക്കുക. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞത് അന്ത്യത്താഴത്തില. പക്ഷെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മയല്ല ആചരിക്കേണ്ടത്, മറിച്ച് കുരിശിലെ ബലിയാണ്. പൗലോസ് അത് 1 കൊരിന്ത്യർ 11 പറയുന്നുണ്ട്, നമ്മൾ ഈ അപ്പം മുറിക്കുമ്പോഴെല്ലാം, ഈ പാനപാത്രം ആശീർവദിക്കുമ്പോഴെല്ലാം അവന്റെ മരണമാണല്ലോ അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുന്നത്. മരണമാണ് പ്രഖ്യാപിക്കുന്നത്. മരണവും ഉത്ഥാനവും സ്വർഗ്ഗാരോഹണവും എല്ലാം കൂടി പെസഹ രഹസ്യമാണ് പ്രഖ്യാപിക്കുന്നത്, അന്ത്യത്താഴത്തിന്റെ ഓർമ്മയല്ല. അപ്പോൾ ഈ അന്ത്യത്താഴത്തിൽ തന്നെ കുരിശിലെ ബലിയുടെ മുന്നാസ്വാദനമാണ്. ചിന്തപ്പെടുന്ന രക്തം, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം, ചിന്തപ്പെട്ടത് പിറ്റേ ദിവസമാണ്. നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ശരീരം, മുറിക്കപ്പെട്ടത് പിറ്റേ ദിവസമാണ്. അപ്പൊ കുരിശിലെ ബലിയുടെ മുന്നാസ്വാദനമായിരുന്നു അന്ത്യത്താഴത്തില്. ആ അന്ത്യത്താഴം കുഞ്ഞാടിന്റെ, അതായത് അറുക്കപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട് സ്വർഗത്തില്, വെളിപാട് പുസ്തകം 4-5 ആ സിംഹാസനത്തിന് മുമ്പ്, സിംഹാസനം 4-ാമത്തെ അധ്യായത്തില്, അറുക്കപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട് 5-ാമത്തെ അധ്യായത്തില്, 19-ാമത്തെ അധ്യായത്തിൽ ആ കുഞ്ഞാടിന്റെ കല്യാണം. അപ്പോൾ സ്വർഗത്തിൽ ദിവ്യ കുഞ്ഞാടിന്റെ കല്യാണമാണ്.
ആ ദിവ്യകുഞ്ഞാടാകട്ടെ അറക്കപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്നു, മരിച്ചു, ഉയർപ്പിക്കപ്പെട്ടു. അങ്ങനെയുള്ള കുഞ്ഞാടിന്റെ കല്യാണത്തിന്റെ, സ്വർഗത്തിലെ കല്യാണത്തിന്റെ മുൻ ആസ്വാദനമായിരുന്നു അന്ത്യത്താഴം. അപ്പൊ കുരിശിലെ ബലിയുടെയും സ്വർഗത്തിലെ ദിവ്യ കുഞ്ഞാടിന്റെയും അറക്കപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാടിന്റെ കല്യാണത്തിന്റെ മുൻ ആസ്വാദനമാണ് അന്ത്യത്താഴത്തിൽ നടന്നത്. അപ്പോൾ ദൈവം തന്നെ നമുക്ക് ജീവനായി വരികയാണ്. ഈ സ്വർഗത്തിൽ അതാ നടക്കുന്നത്. അത് മുൻകൂറായി നൽകുകയാണ് വിശുദ്ധ കുർബാനയിൽ. ചുരുക്കത്തില് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അതായത് കുരിശിലെ ബലിയുടെ മുൻ ആസ്വാദനമായ അന്ത്യത്താഴവും സ്വർഗത്തിലെ ദിവ്യകുഞ്ഞാടിന്റെ കല്യാണമായ ആ ദിവ്യകുഞ്ഞാട് അറക്കപ്പെട്ടു, പക്ഷെ എഴുന്നേറ്റ് നിൽക്കുന്നു. ആ കുഞ്ഞാടിന്റെ ദിവ്യകുഞ്ഞാടിന്റെ കല്യാണത്തിന്റെ മുൻ ആസ്വാദനമായ അന്ത്യത്താഴം, അതിലൂടെ കർത്താവ് തന്നെ നമുക്ക് നൽകുകയാണ്. തന്റെ ജീവൻ തന്നെ, തന്റെ പ്രാണൻ തന്നെ നമുക്ക് നൽകുകയാണ്. ഇങ്ങനെ തരുന്ന മിശിഹായുടെ വിശ്വാസമാണ്, ആ പുതിയ ഉടമ്പടിയാണ്, യേശുവെന്ന ആളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ട പുതിയ ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിലാണ് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നത്. അവനുള്ള വിശ്വാസമാണ് ഞങ്ങളോട് വരുത്തിയത്. അവന്റെ കൽപ്പനയോടുള്ള വിധേയത്വമാണ് ഞങ്ങളിവിടെ പ്രകടിപ്പിക്കുന്നത്. അങ്ങും അതിനുവേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പൊ അങ്ങും ഞങ്ങളും വന്നിരിക്കുന്നത് ഒറ്റ കാര്യത്തിനാ. എന്താണ്? മിശിഹായുടെ കൽപ്പനയനുസരിച്ച്. അതില്ലെങ്കിൽ അവിടെ ഈ കുർബാൻ സംബന്ധിക്കാൻ യോഗ്യത അച്ഛനുമില്ല, കപ്പ്യാർക്കുമില്ല, ജനങ്ങൾക്കുമില്ല. ക്രിസ്തു എന്ന ശിരസിനോട് ചേർന്ന് നിൽക്കുന്ന ശരീരത്തിനെ കുർബാന അർപ്പിക്കാൻ പറ്റൂ. അത് വൈദികനും ജനങ്ങളും. അപ്പോൾ മിശിഹായുടെ കൽപ്പനയനുസരിച്ചാണ്, സഭയോട് ചേർന്ന് നിന്നാണ് ഞങ്ങൾ ഈ കുർബാനയ്ക്ക് വന്നിരിക്കുന്നതെന്ന് ജനങ്ങൾ പറയുമ്പോൾ പുക്താന ഹോൻ പുക്താനത്തെ മിശിക വളരെ വലിയൊരു സംഗതിയാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്താണ്? ഒരു മതസമ്മേളനമല്ല സഭയുടെ ലിറ്റേർജി. മനുഷ്യർ പ്രാർത്ഥിക്കാനായിട്ട് വന്നു കൂടുന്നതുമല്ല സഭയുടെ ലിറ്റേർജി. മറിച്ച് ദൈവപിതാവിനെ ശരിക്കും ആരാധിക്കാൻ പുത്രൻ തമ്പുരാൻ എന്ന ശിരസിനോട് ചേർന്ന് സാർവത്രിക സഭ മുഴുവൻ സന്നിഹിതമാവുകയും ആ ശിരസിന്റെ കൽപ്പനയനുസരിച്ച് ശരീരം മുഴുവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൂടിക്കാഴ്ച, ദൈവ മനുഷ്യ കൂടിക്കാഴ്ചയാണ് ലിറ്റേർജി. അതില് ദൈവം തന്നെ, ഈ കൂടിക്കാഴ്ച നടത്താൻ വരുന്നവർക്ക് ദൈവം തന്നെ തന്റെ പ്രാണൻ കൊടുക്കുന്നതാണ് ലിറ്റേർജി. അതിനാൽ ദിവ്യകുഞ്ഞാടിന്റെ മണവാട്ടിയായ സഭയുമായി ഐക്യത്തിൽ വർത്തിക്കുന്നവർക്ക് മാത്രമേ ഈ ഐക്യത്തിന്റെ കൂതാശയിൽ പങ്കുകൊള്ളാൻ കഴിയൂ. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത് ചൊല്ലാതെ, അത് പുക്താന ഹോൻ പുക്താനത്തെ മിശിക ചൊല്ലാതെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാ നാമത്തില് എന്തുകൊണ്ടാണ് ഈ പല മെത്രാമാരും വൈദികരും കുർബാന ചൊല്ലുന്നത് മനസ്സിലായോ? പിന്നെ മിശിഹായുടെ കൽപ്പന. ഇതെന്റെ തോന്നിയാസാണ്. ഞാനാണ് ലിറ്റർജിയുടെ അധ്യക്ഷൻ, ഞാനാണ് ഇവിടുത്തെ വൈദികൻ, ഞാനാണ് പുരോഹിതൻ. നിങ്ങൾ ആരാ എന്നോട് കൽപ്പിക്കാൻ? മിശിഹായുടെ കൽപ്പന അനുസരിച്ചാണ് വന്നത്. അത് സഭയാണ് ആ മിശിഹായുടെ കൽപ്പനയിൽ നമ്മൾ ഒന്നിച്ച് നിർത്തുന്നത്. സഭയിലാണ് ഈ കൂതാശ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വക കാര്യങ്ങൾ അംഗീകരിക്കാനുള്ള മനസ്സില്ലായ്മ, ഈഗോ, ഞാനാണ് ലിറ്റർജിയുടെ അധ്യക്ഷൻ എന്ന അഹങ്കാരം ഒരു കൂട്ടർക്ക്, ഞാനാണ് ശുശ്രൂഷ പുരോഹിതൻ എന്നുള്ള അഹങ്കാരം, ഈഗോ വേറൊരു കൂട്ടർക്ക്. അപ്പോൾ ജനങ്ങളുമായിട്ടുള്ള ഈ സംവദിക്കല്, അതായത് മിശിഹായുടെ കൽപ്പന, അവന്റെ ഉടമ്പടിയോട് ബന്ധപ്പെട്ടിരിക്കുക, അവന്റെ കൽപ്പനയോട് ചേർന്ന് നിൽക്കുക, അവന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് നിൽക്കുക, ആ കൽപ്പന സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന സഭയിൽ വിധേയപ്പെട്ട് നിൽക്കുക. ഈ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ അവരാഗ്രഹിക്കുന്നില്ല. ജനങ്ങളെ അവര് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. ജനങ്ങളുടെ വിശ്വാസത്തെയോ അവർ ഉടമ്പടിയിൽ ചേർന്ന് നിൽക്കുന്നതിനെയോ അവർ കർത്താവിന്റെ കൽപ്പനയോട് വിധേയപ്പെട്ട് നിൽക്കുന്നതിനെയോ കർത്താവിന്റെ വിശ്വാസത്തെയോ കർത്താവിന്റെ കൽപ്പന തന്നെയോ അവര് ഗവനിക്കുന്നില്ല. മറിച്ച് അവർക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു, അവർക്കെല്ലാം അധികാരവുമുണ്ട് എന്നുള്ള ഒരു വാശി, അത് ചിലപ്പം അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല. പക്ഷെ ഇതാണ് ഈ പുറകിലുള്ള പശ്ചാത്തലത്തിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് പിതാവിന്റെയും പുത്രന്റെയും, നിങ്ങളുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല, ഇത് അനുവാദം ചോദിക്കലൊന്നും അല്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ശിരസും ശരീരത്തിലെ അംഗങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം. ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ സഹകരണം ഉണ്ടാകില്ല. ആ സഭയും തലയും തമ്മിലുള്ള ആ സഹകരണമാണ് ആദ്യം മിശിഹായുടെ കൽപ്പനയനുസരിച്ച് നമുക്ക് ചെയ്യാം എന്നുള്ള ആ സംഗതി ചെയ്യാതെ നേരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെ തുടങ്ങുന്നത്. അറിവില്ലായ്മയുമുണ്ട്, അഹങ്കാരവുമുണ്ട്. ഈ അറുക്കപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണത്.
ദൈവപിതാവ് ബുദ്ധിയുള്ള മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു ബലി അനുസരണമാണ്. ആ അനുസരണം എന്ന് പറയുന്നത് മാനുഷിക അനുസരണമാണ്. എല്ലാം തികഞ്ഞ അനുസരണമായിരിക്കണം. ഒരിക്കലും പിന്നീട് ലംഘിക്കാൻ പറ്റാത്ത അനുസരണമായിരിക്കണം. അങ്ങനെയുള്ള ഒരു അനുസരണത്തിന്മേൽ മാത്രമേ പുതിയ ഉടമ്പടി എഴുതപ്പെടാൻ പറ്റൂ. ഇതാണ് യെരമ്യാ പ്രവാചകൻ 31 മുതൽ 33 വരെ വാക്യങ്ങൾ പറഞ്ഞത്. ഹൃദയത്തിൽ എഴുതപ്പെടുന്ന ഉടമ്പടി എന്ന് പറഞ്ഞാൽ മനുഷ്യ ഹൃദയത്തിൽ, അത് ഏതെങ്കിലും മനുഷ്യ ഹൃദയത്തിലല്ല, ഇല്ലേ, ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരാളുടെ ഹൃദയത്തിൽ, അതും എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും മായ്ക്കാൻ പറ്റാത്തത്, ഒരിക്കലും ലംഘിക്കാൻ പറ്റാത്തത്, എല്ലാം തികഞ്ഞത്, പരിപൂർണതയുള്ള അനുസരണം. അങ്ങനെയുള്ള ഒരു അനുസരണമാണ് ദൈവം മനുഷ്യവംശത്തിൽ നിന്ന് ആഗ്രഹിച്ചത്. അത് കൊടുക്കാൻ മനുഷ്യൻ പറ്റാതെ വന്നപ്പോഴാണ് പുത്രൻ തമ്പുരാൻ മനുഷ്യനായി വന്ന് മനുഷ്യർക്ക് വേണ്ടി മനുഷ്യ ഹൃദയത്തിൽ, അവന്റെ മനുഷ്യ ഹൃദയത്തില് ഈ എല്ലാം തികഞ്ഞ അനുസരണം എഴുതപ്പെട്ടത്. ഇതാണ് ഫിലിപ്പിയ ലേഖനം 2-ാം 6 മുതൽ 11 വരെ വാക്യങ്ങൾ. അവൻ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി കുരിശ മരണം വരെ, അനുസരണം താഴ്ത്തി മരണം വരെ, കുരിശ മരണം വരെ, അതിനാൽ അവനെ അത്യധികം ഉയർത്തി. എവിടത്തോളം? ദൈവത്തിന്റെ വലത്തുവശം വരെ. അപ്പൊ ഇതാണ് അറുക്കപ്പെട്ടതെങ്കിലും കൊല്ലപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാടെന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. അങ്ങനെ അനുസരണമുള്ളവനായി താഴ്ത്തി മരണം വരെ, കുരിശ മരണം വരെ അനുസരണമുള്ളവനായി താഴ്ത്തി. ആ അനുസരണമാണ്, കുരിശ മരണമാണ് ദൈവപിതാവിന് കൊടുക്കുന്ന എല്ലാം തികഞ്ഞ ബലി. ആ അനുസരണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ബലി. ആ ബലിയില് എല്ലാം തികഞ്ഞ ആ അനുസരണം എന്ന ബലിയില് കർത്താവ് നമ്മെ എടുത്തു വെക്കാനായിട്ട് നാം അനുവദിക്കുന്നതാണ് ലിറ്റർജി. നമുക്ക് അത്രയും ഒരു അനുസരണം കൊടുക്കാൻ കഴിയില്ല. പക്ഷെ അവന്റെ അനുസരണത്തിലേക്ക് നാം എടുത്തു വെക്കാതെ ആ ബലി അർപ്പിക്കാനും നമുക്ക് പറ്റില്ല. അവന്റെ ബലി നമ്മുടെ ബലി ആകണമെങ്കിൽ നമ്മളെ തന്നെ അവന്റെ അനുസരണത്തിലേക്ക് എടുത്തു വെക്കാൻ നാം അനുവദിക്കണം. ആ അനുവദിക്കലാണ് നമ്മൾ പള്ളിയിൽ ചെന്ന് മിശിഹായുടെ കൽപ്പനയനുസരിച്ച് അങ്ങ് ബലിയർപ്പിച്ചാലുമെന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ അച്ഛൻ ചോദിക്കുന്നത്, പുക്താനഹോൻ, നിങ്ങൾ ഏത് ഉടമ്പടി അനുസരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്? ആരുടെ കൽപ്പന അനുസരിച്ച് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾ എന്ത് അനുഷ്ഠിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ വിശ്വാസം? അപ്പൊ പറയാണ്, മിശിഹായുടെ കൽപ്പന അനുസരിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പുക്താനേത മിശിഹ അവന്റെ പുതിയ ഉടമ്പടിയിൽ ഞങ്ങളെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾ ഇന്ന് എടുത്തു വെക്കണം. ഇപ്പോൾ അതിനാണ് അങ്ങേക്ക് അവൻ പട്ടം നൽകിയിരിക്കുന്നത്, ശുശ്രൂഷ പൗരത്വം നൽകുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അങ്ങ് അവന്റെ കൽപ്പനയനുസരിച്ച് അവന്റെ വചനം, അവന്റെ റൂഹായി വിളിച്ച് അവനെ നാളിൽ നിന്നുകൊണ്ട് ചെയ്യൂ. ഇതാണ് മിശിഹ അങ്ങയോട് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിനെയാണ് കൂതാശ എന്ന് പറയുന്നത്. കൂതാശ ദൈവത്തിന്റെ പ്രവൃത്തി, പരിശുദ്ധന്റെ പ്രവൃത്തി എന്നാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ്. പരിശുദ്ധന്റെ പ്രവൃത്തിയാണ് കൂതാശ. കാദോഷം എന്ന് പറഞ്ഞാൽ ഹോളി ആക്ട് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ പരിശുദ്ധ പ്രവൃത്തിയാണ് കൂതാശ. കാദോഷം എന്നാണ് ഹീബ്രുവിൽ ഉപയോഗിക്കുന്നത്. ഈ ക്രിസ്തു എന്ന ആളിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രവൃത്തി ലോകാവസാനം വരെ ചെയ്യാനാണ് അവൻ വൈദികരെ പുരോഹിതന്മാരായി വാഴിക്കുന്നത്. അതെവിടെയാണ് നമ്മൾ കാണുന്നത്? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-19 വാക്യങ്ങൾ. യോഹന്നാൻ 17:19 കർത്താവ് ആദ്യം പറയണ്, ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നമുക്ക് അത്ഭുതം തോന്നുന്നത് എന്താ ഇങ്ങനെ കർത്താവ് പറയണേന്ന്? എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. കർത്താവിൽ എന്തൊക്കെ വിശുദ്ധീകരിക്കാതിരിക്കുന്നത്? അവൻ ദൈവമല്ലേ, അവൻ പാപമില്ലാത്തവനല്ലേ, മനുഷ്യനാണെങ്കിലും പാപമില്ലാത്തവനല്ലേ, പിന്നെ എന്തിനാണ് തന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു പറയണേ? എന്താണ് പുത്രനിൽ ഇത്ര വിശുദ്ധീകരിക്കാൻ കിടക്കണേ? ശരിക്കും ആ വാക്കിന്റെ അർത്ഥം ഞാൻ എന്നെ തന്നെ മാറ്റി നിർത്തുന്നു എന്നാണ്. അതായത് ഞാൻ മഹാപുരോഹിതനായി വാഴിക്കപ്പെട്ടിരിക്കുന്നതാണ്, ഞാൻ മഹാപുരോഹിതനായി മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. 17:19 പറയാണ്, ഇവരെ ഞാൻ ലോകത്തിന് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്, ഇവർക്ക് വേണ്ടിയാണ്, പുരോഹിതന്മാർക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടിയല്ല. ഈ പുരോഹിതന്മാരെ 17-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്, ഞാൻ ലോകത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, ഇവർക്ക് വേണ്ടിയാണ്. അതായത് പുരോഹിതന്മാർക്ക് വേണ്ടി, സ്ലീഹന്മാരായ പുരോഹിതന്മാർക്ക് വേണ്ടി. ഇവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനമാണല്ലോ സത്യം. ദൈവത്തിന്റെ വചനമെന്ന സത്യത്താൽ ഈ സ്ലീഹന്മാരെ, അവരോടൊപ്പം വായിക്കുന്ന 12 പേരെ മാറ്റി നിർത്തണമേ, ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തണമേ. അങ്ങനെ സത്യം, തിരുവചനമാകുന്ന സത്യം കൊണ്ട് സ്ലീഹന്മാരെ ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തുകയാണ് മഹാപുരോഹിതനായ ക്രിസ്തു. അങ്ങനെ വൈദികനെ വാഴിക്കുകയാണ്. ഇതാണ് അന്ത്യത്താഴത്തിന്റെ ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗത്താണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. ആദ്യം ഇവര് പുരോഹിതന്മാരെ വാഴിക്കുക ചെയ്തത്. അന്ത്യത്താഴത്തിന് 2 ഭാഗമുണ്ടല്ലോ. ഒന്നാമത്തെ ഭാഗത്ത് ഈ സ്ലീഹന്മാരെ പുരോഹിതന്മാരായി വാഴിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയെ മഹാപുരോഹിത പ്രാർത്ഥന എന്നാണ് പറയുന്നത്.
മഹാപുരോഹിത പ്രാർത്ഥന എന്ന പേരിട്ടത് ഒരു പ്രൊട്ടക്ഷനുകാരനാണെന്ന് കൂടി ഓർക്കണേ. നമ്മുടെ ബെനഡിക്ട് മാർപ്പാപ്പയുടെ നസറത്തിൽ യേശു 3 വോള്യം ഞാനത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. 2ാമത്തെ വോള്യത്തിൽ മഹാപുരോഹിത പ്രാർത്ഥനയുടെ ചരിത്രം മുഴുവൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ 1ാമത്തെ കാര്യം, അതായത് ദ സാക്രിഫൈസ് ഓഫ് ദ മാസ്. കുർബാന എന്ന ബലിയിൽ കർത്താവ് എങ്ങനെ സന്നിഹിതമാകുന്നു, അതിനുവേണ്ടി അവൻ പുരോഹിതൻ വാഴിച്ചത് എങ്ങനെ, ഈ കാര്യങ്ങളാണ്. അത് ഈ ശുശ്രൂഷ പുരോഹിതനും രാജകീയ പൗരത്വം കിട്ടുന്ന തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുർബാനയിൽ നടക്കുന്നു. കാരണം മിശിഹായുടെ കൽപ്പന അനുസരിച്ചാണ് ഇരുകൂട്ടരും വന്നിരിക്കുന്നത്. ആ മിശിഹായുടെ കൽപ്പന സംരക്ഷിക്കപ്പെടുന്ന സഭയിലാണ്. അപ്പൊ സഭയോട് ഐക്യപ്പെട്ട് മിശിഹായുടെ കൽപ്പനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്നവർക്കാണ് ക്രിസ്തു എന്ന ആളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുക. അപ്പോൾ ഈ പുരോഹിതൻ എന്ന ആളിലും വിശിഷ്യ ഈ അപ്പവും വീഞ്ഞും എന്ന സാദൃശ്യങ്ങളിലും ദിവ്യകാര സാദൃശ്യങ്ങളിലും ക്രിസ്തു സന്നിഹിതമാകുന്നു. പുരോഹിതൻ എന്ന ആളിലും പിന്നെ ഈ കുർബാനയിലും 2 പേരിലും സന്നിഹിതമാകുന്നു. ആ തിരുവചനം അങ്ങനെയാണ്, അതോ ഈ ഖണ്ഡം അങ്ങനെയാണ്. ഞാനിതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഈ ദൈവകൃപയുടെ സിംഹാസനമാണ് വൈദികന്റെ കരങ്ങൾ. ഇല്ലേ, തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ തൈലം പൂശുന്നു, കുർബാന അർപ്പിക്കുന്നു. കരങ്ങളെക്കുറിച്ച് ഞാൻ വലിയൊരു ധ്യാനം തന്നെ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ പുരോഹിതന്റെ കരങ്ങളാണ് ദൈവകൃപയുടെ സിംഹാസനം എന്ന് ഞാൻ പറഞ്ഞത്. അതേക്കുറിച്ച് എനിക്കൊരു സന്ദേശം ഇട്ടു. അച്ഛൻ എന്തൊരു ആഴമേറിയ വാക്കാണ് അച്ഛൻ ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും ഞാൻ ഉപയോഗിച്ച വാക്കല്ല, അത് ബെനഡിക്ട് മാർപ്പാപ്പ ഉപയോഗിച്ച വാക്കാ. ദൈവകൃപയുടെ സിംഹാസനമാണ് പുരോഹിതന്റെ കരങ്ങൾ. അപ്പോൾ ആ കരങ്ങൾ വഴി പരിശുദ്ധാത്മനെ ഇറക്കിക്കൊണ്ട് വരുമ്പോൾ വൈദികനിലും ക്രിസ്തുവിന്റെ സാന്നിധ്യം ഒരു പ്രത്യേക തരത്തിൽ രൂപപ്പെടുകയാണ്. മറ്റെല്ലാവരിലുള്ളത് പോലെയല്ല. ഇതാണ് ഈ ഘട്ടത്തിൽ 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം പറയുന്നത്, കൂദാശകളിൽ ക്രിസ്തു നേരിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഉദാഹരണം അവിടെ എഴുതിയിട്ടുണ്ട്. പരിശുദ്ധ തൃത്വത്തിന്റെ നാമത്തിലേക്ക് ആരെങ്കിലും സ്നാനപ്പെടുത്തുമ്പോൾ ക്രിസ്തു തന്നെയാണ് അയാളെ മാമോദിസം മുക്കുന്നത്. ക്രിസ്തു തന്നെയാണ്. അതായത് അവന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒഴുകിയ ജീവജലത്താലും ജീവരക്തത്താലും, അതാണ് നമ്മൾ 3 കൂദാശകൾ ഒരുമിച്ച് പരികർമ്മം ചെയ്യുന്നത്, മാമോദിസ, സ്ഥൈര്യലേപനം, കുർബാന. ആ കൂദാശകളിലൂടെ കർത്താവിന് തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ തോമാസ് ലഗായെ ഒട്ടിച്ച് ചേർത്തതുപോലെ ഇപ്പോൾ ഒട്ടിച്ച് ചേർക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണ് നമ്മുടെ മേത്ത് വീഴുന്നത്. പുഴയിലെ വെള്ളമല്ല, നദിയിലെ വെള്ളമല്ല, പമ്പയിലും പെരിയാറിലെയും ഭാരതപ്പുഴയിലെയും ഗംഗയിലെയും യമുനയിലെയും വെള്ളമല്ല, കാവേരിയിലെ വെള്ളമല്ല, ക്രിസ്തുവിന്റെ പാർശ്വത്തൊഴുകിയ ജീവജലം. അത് കിട്ടുന്നതും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഈ ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറയുന്ന കൗദാശിക പിന്തുടർച്ചയിലാണ്, അല്ലെങ്കിൽ ശ്ലൈഹിക പിന്തുടർച്ചയിലാണ്. അപ്പോഴാണ് ഈ ജീവജലം കിട്ടുള്ളൂ. അപ്പോൾ ഒരാളെ മാമോദിസം മുക്കുമ്പോൾ ക്രിസ്തു തന്നെയാണ് നേരിട്ട് മുക്കുന്നത്. ക്രിസ്തുവിന്റെ പാർശ്വത്തിൽ ഒഴുകിയ വെള്ളമാണ് അവർ തലയിൽ വീഴുന്നത്. അവിടെയാണ് അവൻ ഒട്ടിച്ചു ചേർക്കുന്നത്, തോമാസി ഒട്ടിച്ചു ചേർത്തതുപോലെ. അങ്ങനെയാണ് നാം സാക്ഷാൽ മുന്തിരിവള്ളിയായ അവന്റെ ശാഖയായി മാറുന്നത്, അല്ലാതെ മാറില്ല. റോമാലേഖനം 11 പറയുന്നത് നാം ഈ അവൻ ഒലിവാണ്, നമ്മൾ അവന്റെ ഒലിവിന്റെ ശാഖയായിട്ട് ഒട്ടിച്ച് ചേർത്തുന്നതാണ്. കാട്ടൊലിവായി നമ്മൾ അവന്റെ ആ ഒലിവ് മരത്തിൽ, യേശുക്രിസ്തു എന്ന ഒലിവ് മരത്തിൽ ഒട്ടിച്ച് ചേർത്തതാണ് റോമാലേഖനം 11 പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ക്രിസ്തുവിന്റെ നാമത്തില് വൈദികൻ പാപം മോചിക്കുമ്പോൾ ക്രിസ്തു നേരിട്ടാണ് മോചിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കൂദാശകളില് പരിശുദ്ധ തൃത്വത്തിൽ 3 ആളുകളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയുണ്ട്. ഈ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അവനെ മേൽത്തരം വസ്ത്രം ധരിപ്പിക്കാനാണ് അപ്പം പറഞ്ഞത്. മേൽത്തരം വസ്ത്രം, ദ ബെസ്റ്റ് റോബ്. അതിന് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചത് ആദ്യ വസ്ത്രം എന്നാണ്, വരപ്രസാദത്തിന്റെ ആദ്യ വസ്ത്രം. അതായത് പാപം ചെയ്യുന്നതിന് മുമ്പ് ആദാമും ഹവ്വയും എങ്ങനെയായിരുന്നുവോ ആ അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തുകയാണ്. ഈ മാലാഖമാർക്ക് കൽപ്പന കൊടുക്കുകയാണ്, പിതാവ് ആദ്യ വസ്ത്രം ധരിപ്പിക്കുക. അപ്പോൾ പിതാവ് നമ്മെ ആദ്യ വസ്ത്രം ധരിപ്പിക്കുന്നു, ആ കൽപ്പന കൊടുക്കുന്നു, മാലാഖമാർ അത് ചെയ്യുന്നു. പുത്രൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു, ഞാനും തന്നെ വിധിക്കുന്നില്ലേ, പൊയ്ക്കോ, മേലിൽ പാപം ചെയ്യരുത്. അപ്പോൾ പരിശുദ്ധാത്മ നമ്മിലേക്ക് വരുന്നു. ആ പരിശുദ്ധാത്മന്റെ ആവാസത്തെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മന്റെ ആവാസത്തെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. പരിശുദ്ധത്തിൽ 3 ആളുകളുമായുള്ള കൂടിക്കാഴ്ചയാണ് കുമ്പസാരം. അത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ നാണം കെടുന്ന ഒരു രംഗം മാത്രമല്ല. തീർച്ചയായിട്ടും ഒരു നാണക്കേടുണ്ട്. നമ്മൾ കർത്താവിന് ചേർന്ന വിധം ജീവിച്ചില്ല എന്നൊരു ഭാരം നമുക്കുണ്ട്. പക്ഷെ ആ ഭാരം നമ്മൾ അവിടെ ഇറക്കി വെക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കുന്നതിൽ കർത്താവിന് മടുപ്പില്ല. നമുക്ക് നമ്മുടെ വീടുകളിൽ നോക്കിയാൽ കുട്ടികൾ എന്തുമാത്രം വികൃതി കാണിക്കുന്നു, മാതാപിതാക്കൾ വല്ല മടുപ്പുണ്ടോ?
അവരത് ആസ്വദിക്കുകയാണ്. കുറുമ്പും ഒക്കെ അത് സ്നേഹത്തിന്റെ ഒരു ഭാഗമാണത്. ചുരുക്കത്തില് വൈദികൻ പാപങ്ങൾ മോചിക്കുമ്പോൾ ക്രിസ്തുവാണ് നേരിട്ട് പാപങ്ങൾ മോചിക്കുന്നത്. മൂന്നാമത്തെ കാര്യം പറയാണ്, സഭയിൽ തിരുവചനം വായിക്കുമ്പോൾ ക്രിസ്തുവാണ് വാക്കുകളിൽ സംസാരിക്കുന്നത് എന്നതിനാൽ അവൻ വചനത്തിൽ സന്നിഹിതനാണ്. തീർച്ചയായിട്ടും നമ്മൾ പ്രൈവറ്റായിട്ട് വായിക്കുമ്പോഴും അങ്ങനെയുണ്ട്. പക്ഷെ സഭയിൽ വായിക്കുമ്പോൾ അതിനൊരു കൗതാശിക ഭാവം വരും. കാരണം ജീവന്റെ അപ്പം എന്ന ആ പ്രഭാഷണത്തില് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം, ജീവന്റെ അപ്പത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് അവന്റെ വചനം, മറ്റൊന്ന് കുർബാന. ആ പ്രഭാഷണത്തിന്റെ ആദ്യ ഭാഗത്ത് തിരുവചനത്തെയാണ് ജീവൻ അപ്പം എന്ന് പറയുന്നത്. അപ്പോൾ സഭയിൽ ഔദ്യോഗികമായിട്ട് തിരുവചനം വായിക്കുമ്പോൾ ക്രിസ്തുവാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നതിനാൽ അവൻ ആ വാക്കുകളിൽ ഹാജരുണ്ട്. അതുകൊണ്ട് സഭയുടെ ആരംഭകാലത്ത് തിരുവചനത്തെ കൂതാശയായിട്ടാണ് കണ്ടത്. ഇപ്പോഴും തിരുവചനവും കുർബാനയും തുല്യ പ്രാധാന്യമുള്ളതാണ്. വചന ശുശ്രൂഷയും അനാഫറയും തുല്യ പ്രാധാന്യമാണ്. ഈ പ്രോട്ടസ്റ്റന്റ് സഭകളിൽ വചനത്തിന് അമിത പ്രാധാന്യം കൊടുക്കുകയും കൂതാശിക്ക് പ്രാധാന്യമില്ല. നമുക്കൊരു പ്രശ്നമുള്ളത്, നമ്മൾ കുർബാനയ്ക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയും വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ പോയിട്ടുണ്ട്. ഇപ്പൊ മാറി വരുന്നു. തുല്യ പ്രാധാന്യമാണ്. അത് തിരുവചനവും കൂതാശയാണ്, തിരുവചന വായനയും കൂതാശയാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒന്നും വായിക്കാൻ പറ്റത്തില്ല. വായിക്കാനായിട്ട് ചില നിബന്ധനകളുണ്ട്. സഭയിൽ ഔദ്യോഗികമായിട്ട് വായിക്കാൻ. ചെറിയ തോതിൽ നമ്മൾ പ്രൈവറ്റായിട്ട് വായിക്കുമ്പോഴും കർത്താവ് തന്നെയാണ് സംസാരിക്കുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ കൗതാശികമായിട്ട് സന്നിഹിതമാകുന്നു എന്നൊരു പോയിന്റ് ഉണ്ട്. നാലാമത് പറയാണ്, പ്രാർത്ഥിക്കാനായി കുർബാനയിൽ സഭയിൽ സമ്മേളിക്കുമ്പോൾ ഈ കർത്താവ് ഹാജരുണ്ട്. ഇത് കൗതാശിക പ്രാർത്ഥനയിൽ അന്തരമുള്ളതാണ്. തുടക്കത്തിൽ പറഞ്ഞല്ലോ 4 തരത്തിലാണ് ഈ ഹാജരെന്ന് പറഞ്ഞു. ഒന്നാമത്തെ എന്താണ്? കുർബാനയാകുന്ന ബലിയിൽ. അതിൽ നിന്ന് വ്യത്യസ്തമുള്ളതാണ് പ്രാർത്ഥിക്കാനായി സമ്മേളിക്കുമ്പോൾ, പാട്ടുപാടാനും പ്രാർത്ഥിക്കാൻ സമ്മേളിക്കുമ്പോൾ. കുർബാന എന്ന ബലിയിൽ നിന്നും കൂതാശയിൽ നിന്നും അന്തരമുള്ളതാണ് ഈ പ്രാർത്ഥനയെന്ന് വ്യക്തമായി എഴുതിയിരിക്കുകയാണ് ഈ ഖണ്ഡത്തില്. പലപ്പോഴും ജനാഭിമുഖ കുർബാന ശരിയാണെന്ന് വാദിക്കാനായി ഈ വചനം എടുത്ത് ഉപയോഗിക്കാറുണ്ട്, ഇല്ലേ? എന്റെ നാമത്തിൽ 2-3 പേർ സമ്മേളിക്കുന്നിടത്തൊക്കെ ഞാൻ ഉണ്ടാകുമെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ജനാഭിമുഖ കുർബാനയെ ന്യായീകരിക്കാൻ. നമുക്ക് ആ വചനം നോക്കിയാൽ മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങളാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യം ഉണ്ടായാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്തെല്ലാം അവരുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും. 18-ാമത്തെ അധ്യായം മത്തായിയുടെ സുവിശേഷം എടുത്തു നോക്കിയാൽ തുടക്കം തൊട്ടത് കാണുന്നത് സഭയിലെ നേതാക്കന്മാരെ സംബുദ്ധി ചെയ്തിട്ടാണ് കർത്താവ് സംസാരിക്കണേ. സഭാസംബന്ധമായ പ്രഭാഷണം, ദ സെർമൺ ഓൺ ദ ചർച്ച് ഓർ എക്ലീസിയാസ്റ്റിക്കൽ സെർമൺ എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത് തന്നെ. ഈ അധ്യായം സഭയിലെ നേതാക്കന്മാരോടാണ് പറയുന്നത്. അപ്പൊ നേതാക്കന്മാർക്കുള്ള ഉപദേശമാണത്. അത് മനസ്സിലാക്കി തന്നെ വേണം. ആ വചനവും ഞാൻ ഒന്നുകൂടി വായിക്കാതുകൊണ്ട് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യമുണ്ടായാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഇതാണ് 19-ാമത്തെ വാക്യം. 2 പേർ ചേർന്ന് യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യമുണ്ടായാൽ. ഐക്യതയോടെയുള്ള പ്രാർത്ഥനയെക്കുറിച്ചല്ല ഈ തിരുവചനം. അതല്ല യേശുവിടെ പറയുന്നത്. ഇവിടെ ഐകമത്യം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ സിംഫോണയിൻ എന്നാണ്. സിംഫോണയിൻ, സ്വരച്ചേർച്ച, സ്വരലയം എന്നൊക്കെയാണ് ആക്ഷരികം. സിംഫണി എന്ന് പറയില്ലേ, സിംഫോണയിൻ എന്നാണ് ഗ്രീക്ക് സിംഫണി. നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെടുത്തിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 2 പേർ യാചിക്കുന്നത് ദൈവത്തോടല്ല, കോടതിയോടാണ്. അതിൽ ഈ തിരുവചനത്തിന്റെ ധ്വനി ഇങ്ങനെയാണ്: വ്യവഹരിച്ച് നേടാൻ ശ്രമിക്കുന്ന അവകാശവാദത്തിൽ 2 പേർ യോജിപ്പിലെത്തിയാൽ. വ്യവഹരിച്ച് കോടതിയിൽ വ്യവഹാരം നടത്തി നേടാൻ ശ്രമിക്കുന്ന ഒരു അവകാശവാദത്തിൽ 2 പേർ യോജിപ്പിലെത്തിയാൽ സിംഫണയൻ അത് സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് ലഭിക്കും. അതായത് കോടതിക്ക് പുറത്ത് വെച്ച പ്രശ്നം രമ്യതയോടെ പരിഹരിക്കാൻ 2 പേർ ശ്രമിച്ച് വിജയിച്ചാൽ, സ്വരച്ചേർച്ച ഉണ്ടായാൽ അത് സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കും. സഭാ കോടതിയിലേക്കും മതകോടതിയിലേക്കും വ്യവഹാരം എത്തിക്കാതെ പ്രശ്നം പരിഹരിക്കാൻ യേശു ആവശ്യപ്പെടുന്നു. ഇപ്പോ സീറോ മലബാർ സഭയിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ബസിലിക്ക പള്ളിയിൽ, എറണാകുളം കത്തീഡ്രൽ ബസിലിക്ക പള്ളിയിലെ പ്രശ്നം പരിഹരിക്കാൻ നീതിന്യായ കോടതിക്ക് പുറത്ത് വെച്ച് പരിഹരിക്കാൻ ഒരു മധ്യസ്ഥൻ നിയമിച്ചിരിക്കുന്നു. അതിൽ ഐകമത്യം ഉണ്ടായാൽ, സിംഫോണയിൻ ഉണ്ടായാൽ, ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് എന്റെ വ്യാഖ്യാനമല്ല. നിങ്ങൾ നല്ല വ്യാഖ്യാന പുസ്തകങ്ങൾ എടുത്ത് നോക്കൂ, അവിടെ കാണാം. ഇത് മാണിപ്പുറത്ത് ഉണ്ടാക്കി വളച്ചു കെട്ടി വ്യാഖ്യാനിക്കുന്നതല്ല. ഇത് കഴിഞ്ഞിട്ട് പറയാണ്, 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്തെല്ലാം. ഈ കോടതിക്ക് പുറത്ത് വെച്ച് രമ്യമായി തീരുമാനമെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും 2 പേർ ഒരുമിച്ച് എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നത്. അതിന്റെ അർത്ഥം തീരുമാനമെടുക്കാനായി സഭാ നേതൃത്വം യേശുവിന്റെ നാമത്തിൽ സമ്മേളിച്ചാൽ, വളരെ പ്രധാനപ്പെട്ടതാണ്.
തീരുമാനമെടുക്കാനായി സഭാ നേതൃത്വം യേശുവിന്റെ നാമത്തിൽ സമ്മേളിക്കുന്നെങ്കിൽ ആ സമ്മേളനത്തിൽ അവന്റെ സാന്നിധ്യം ഉണ്ടാകും. ഈ അധ്യായത്തിൽ മുഴുവൻ സഭാ നേതൃത്വത്തിനാണ് നിർദ്ദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സിനഡ്, സൂനോദോസ് ഇല്ലേ തുടങ്ങിയ കാര്യങ്ങളിൽ അവര് കാര്യം കോടതിയിലേക്ക് എത്തിക്കാതെ സഭാ നേതൃത്വം സിനഡിൽ എന്ത് തീരുമാനിക്കണം, സൂനോദോസ് എന്ത് തീരുമാനിക്കണം എന്നാണ് കർത്താവ് പറയണേ. സഭാപിതാക്കന്മാര് ലത്തീനിൽ അതിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ഊബി ത്രേസ് ഈബി എക്ലേസിയ. എവിടെ 3 പേരുണ്ടോ അവിടെ സഭയുണ്ടെന്നാണ്. ഊബി ത്രേസ് ഈബി എക്ലേസിയ. എവിടെ 3 പേരുണ്ടോ അവിടെ സഭയുണ്ട്. വെറുതെ 3 പേർ ഒരുമിച്ച് കൂടിയാൽ സഭയുണ്ടാകില്ല. യേശുവിന്റെ നാമത്തിൽ യേശുവിന് വേണ്ടി ഒത്തുകൂടുന്ന 3 പേരുടെ ഒരുമയിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ട്. അത് സഭയായിട്ട് മാറും. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിക്കാം, പക്ഷെ ആ അർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എവിടെയിരുന്നു 2-3 പേര് പ്രാർത്ഥിച്ചാൽ അവിടെ കർത്താവ് സന്നിധമാകും. അതുകൊണ്ട് അച്ഛന്മാരും വേണ്ട, കപ്പ്യാരും വേണ്ട, പള്ളിയും വേണ്ട, കൂതാശം വേണ്ട, ലിറ്റർജിയും വേണ്ട, മുഖത്തോട് മുഖം നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ കുർബാനയാകും എന്നൊക്കെ വ്യാഖ്യാനിച്ചാൽ, ജനാഭിമുഖ കുർബാനയ്ക്ക് ഇത് ന്യായമായിട്ട് വ്യാഖ്യാനിച്ചാൽ അത് ഈ യേശു പറഞ്ഞ വചനത്തിന് അർത്ഥമാകില്ല. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങളുടെ അർത്ഥമാകില്ല. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ട 2-3 പേർക്ക് ഒരുമിച്ച് കൂടാം യേശുവിന്റെ നാമത്തിൽ, പക്ഷെ അത് കൂതാശയാകില്ല. കൂതാശയാകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം. ചുരുക്കത്തില് എത്രയോ മനോഹരമായ സംഗതികളാണ് ഈ ലിറ്റർജിയെക്കുറിച്ചുള്ള ഈ ഖണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ ഗംഭീരമായ സന്ദേശമാണ്, ഇന്നും കാലികമാണ്. അതിനാൽ എല്ലാ കാലത്തേക്കും കാലികമായ സംഗതികളാണ് തിരുവചനം. ഇപ്പൊ നമ്മുടെ ഇടയിൽ ചില സംഗതികൾ നടക്കുമ്പോൾ ഈ വചനങ്ങളുടെ അർത്ഥം കൂടുതൽ ക്ലിയർ ആകുകയാണ്. പക്ഷെ എന്നും ഈ വചനത്തിന് അർത്ഥം ഉണ്ടായിരുന്നു. നമുക്ക് ഈ എന്താണ് ലിറ്റർജി, എന്താണ് കൂതാശ, എന്താണ് മറ്റ് സാന്നിധ്യങ്ങൾ, കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ഹാജരാകുന്നതിന്റെ രീതികൾ, ഇതെല്ലാം, പിന്നെ ഈ ലിറ്റർജിയുടെ സമ്പന്നത, ആഴം, ഗഹനത എല്ലാം മനസ്സിലാക്കി ലിറ്റർജിയിൽ പങ്കെടുക്കാൻ, ദൈവവുമായുള്ള കൂടിക്കാഴ്ച നടത്താൻ. അത് വെറും കൂടിക്കാഴ്ചയല്ല, സാധാരണ ഒരു ധ്യാനത്തിലെ കൂടിക്കാഴ്ചയല്ല, മറിച്ച് അവൻ നമ്മുടെ അടുത്തേക്ക് വരികയും നാം അവന്റെ അടുത്തേക്ക് പോവുകയും അവൻ തന്റെ ജീവൻ തന്നെ പ്രാണൻ തന്നെ നമുക്ക് തന്ന് നമ്മളുമായി ഒന്നാവുകയും ചെയ്യുന്ന, ഇതിനേക്കാൾ മഹത്തായ ഒരു സ്നേഹമില്ലാത്ത അവസ്ഥയിൽ ഒരേ ജീവനായി മാറുന്ന അവസ്ഥയാണ് ലിറ്റർജി. അതിൽ മനസ്സോടെ ഹൃദയത്തോടെ സംബന്ധിക്കാൻ ഈ പഠനം സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.